വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു അടിപൊളി എഗ് പപ്സ് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ഈ പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ ഒരു പേസ്ട്രി ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കമ്പനിയുടെ പേസ്ട്രി ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ നോർമൽ അത് തണുപ്പൊക്കെ മാറി എടുക്കണം, എന്നാൽ മാത്രമേ നമുക്കത് പരത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെളിയിലെടുത്ത് വെച്ചിരിക്കുവാണ് ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഒരു 3 സവോള, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് മതി. അരിഞ്ഞ് വരുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ കണക്ക് മതി. പിന്നെ കുറച്ച് മല്ലിയില. നമുക്ക് ആദ്യം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിൽ മതി. എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴന്ന് വരണ്ട, ഒന്ന് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചസ് ആയിട്ട് മാത്രം വന്നാൽ മതി. ബാക്കി ഇതിനകത്തിരുന്ന് നമ്മൾ പപ്സ് ബേക്ക് ചെയ്യുമ്പോൾ അതിനകത്തിരുന്ന് വെന്തോളൂ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. സവോള ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ പപ്സിന്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും കൂടെ, അത്രയും മാത്രം മതി. നന്നായിട്ടൊന്ന് ഈ പൊടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മസാല റെഡി. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് പപ്സിനുള്ള മസാല റെഡിയാണ്. ഇനി നമുക്ക് ഇതിനുള്ള ഷീറ്റ് തയ്യാറാക്കണം. അപ്പം ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിന് വെളിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പം ഇട്ടേക്കുന്നത്. അതൊന്നും ഇട്ടിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടി കുറവുമാകില്ല, എന്നാൽ ഒരുപാട് കട്ടിയുമാകില്ല. നമുക്കിത് ഈ ഒരു അതിൻ്റെ ഫുൾ ഷീറ്റിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 6 പപ്സിനുള്ള ഷീറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഒരു 3 എണ്ണം ആക്കിയിട്ട് 3 എണ്ണം കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഹാഫ് ഷീറ്റ്, അതിൻ്റെ ഒരു ഹാഫ് ഷീറ്റ് വെച്ച് നമുക്കൊരു 6 എണ്ണം വരെ ഉണ്ടാക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. പപ്സ് ചെയ്യുമ്പോൾ അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ പപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റും അതിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയും വേണ്ടത് നമ്മൾ കേക്കിനൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഇതേപോലെ ഒരു ചോട് കട്ടിയുള്ള പാത്രം ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിലോട്ട് ഇതേപോലെ ഒരു തട്ട ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ട് ഒരു ഫോയിൽ പേപ്പറും കൂടെ വെക്കുന്നുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഈ പപ്സ് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി ഇത് നടുവേ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്സിൻ്റെ ഷീറ്റിൻ്റെ സൈഡിലോട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ട അതിൻ്റെ കമത്തി വെച്ച് കൊടുക്കണം മുട്ട. അതിനുശേഷം ഇതിൻ്റെ 4 അരികും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പപ്സിനുള്ളതെല്ലാം നമ്മൾ നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു മുട്ട എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പപ്സിൻ്റെ മുകളിലോട്ടെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുള്ള നല്ല പപ്സ് കിട്ടും. അപ്പം അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാനിലോട്ട് വെക്കുക. ഇതിൻ്റെ അടപ്പ് നല്ലതായിട്ട്, കാരണം ഒരു തുള്ളി പോലും അതിൻ്റെ ചൂട് വെളിയിൽ പോകാത്ത രീതിയിലുള്ള അടപ്പായിരിക്കണം. അല്ലെങ്കിൽ അതിന് മുകളിലൂടെ ഒരു ഫോയിൽ പേപ്പറും കൂടെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 30 മുതൽ 45 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതേണ്ട ഏകദേശം 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ പപ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്.
നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതേപോലത്തെ ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.